സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബാലകൃഷ്ണൻ പുത്തൂർ. എല്ലാവർക്കും നമസ്കാരം. ശ്രീരാമനും സീതയും ലക്ഷ്മണനും പഞ്ചവടിയിൽ പർണശാല കെട്ടി കഴിയുമ്പോൾ ഒരു ദിവസം ഒരു പൊന്മാൻ ആശ്രമാങ്കണത്തിൽ കറങ്ങി നടക്കുന്നത് സീത കാണുവാനിടയായി. മാനിന്റെ ഭംഗി കണ്ട് സീതയ്ക്ക് ആ മാനിനോട് വലിയ ഇഷ്ടം തോന്നി. ആ മാനിനെ സ്വന്തമാക്കുവാൻ സീത ആഗ്രഹിച്ചു. സീത രാമനോട് പറഞ്ഞു, ഭർത്താവേ, കണ്ടീലയോ കനകമയമൃഗമെത്രയും ചിത്രം ചിത്രം, പേടിയില്ലതിനേതും എത്രയും അടുത്തു വന്നിടുന്നു, മെരുക്കമുണ്ടെത്രയുമെന്നു തോന്നും, കളിപ്പാൻ അതിസുഖമിത്, നമുക്കിന്ന് വിളിച്ചിടുക വരുമെന്നു തോന്നുന്നു നൂനം, പിടിച്ചുകൊണ്ടിങ്ങ് പോന്നിടുക വൈകിയിടാതെ, മടിച്ചിടരുതേതും ഭർത്താവേ ജഗൽപതേ. സീതയുടെ ഈ ആവശ്യം കേട്ട് രാമൻ പറഞ്ഞു, സീതേ, നീ കരുതുന്നത് പോലെയുള്ള മാനല്ല അത്. വനവാസികളായ രാക്ഷസന്മാരുടെ മായാവേഷമാണ്. എന്നെ നിന്നിൽ നിന്നും അകറ്റുവാനുള്ള രാക്ഷസ ബുദ്ധിയാണിത്. രാമന്റെ വാക്കുകളൊന്നും സീത സ്വീകരിച്ചില്ല. മാനിനു വേണ്ടി വാശി പിടിച്ചപ്പോൾ രാമൻ ലക്ഷ്മണനെ സീതയ്ക്ക് കാവൽ നിർത്തി വില്ലും ശരവുമായി മാനിന്റെ പിന്നാലെ പോയി. മാൻ വളരെ അടുത്തു വരികയും പെട്ടെന്ന് ദൂരേക്ക് പാഞ്ഞു രാമനെ അകറ്റുവാനുള്ള കൗശലം കാണിച്ചു. രാമനും മാനും ദൂരെ ചെന്നപ്പോൾ രാമന്റെ കരച്ചിലാണ് സീത കേട്ടത്. പരിഭ്രാന്തിയായ സീത ലക്ഷ്മണനോട് പറഞ്ഞു, ലക്ഷ്മണ, ജ്യേഷ്ഠന് എന്തോ ആപത്ത് വന്നിരിക്കുന്നു. ജ്യേഷ്ഠന്റെ കരച്ചിലാണ് കേട്ടത്. എത്രയും പെട്ടെന്ന് പോയി രാമനെ രക്ഷിക്കുക. സീതയുടെ ഈ വാക്ക് കേട്ട് ലക്ഷ്മണൻ ശാന്തമായി പറഞ്ഞു, ദേവി, അങ്ങ് ദുഃഖിക്കാതിരിക്കൂ. എന്റെ ജ്യേഷ്ഠന്റെ വായിൽ നിന്ന് ഇങ്ങനെ ഒരു ദീനരോദനം ഉണ്ടാവുകയില്ല. ഇതെല്ലാം ഈ കാട്ടിലെ രാക്ഷസന്മാരുടെ മായാപ്രവൃത്തികളാണ്. ജ്യേഷ്ഠന് ഒരു ആപത്തും വരികയില്ല. രാമനാകുന്നത് സാക്ഷാൽ മഹാവിഷ്ണു, സാരസാക്ഷനാമാദിനാരായണൻ. ഇങ്ങനെയുള്ള രാമതത്വം ലക്ഷ്മണന് അറിയാം. എന്നാൽ ലക്ഷ്മണന്റെ ഈ വാക്കുകളൊന്നും സീതയെ ശാന്തമാക്കിയില്ല, ആശ്വസിപ്പിച്ചില്ല. രാമന് ആപത്ത് പറ്റിയെന്നു തന്നെ സീത വിശ്വസിച്ചു. ജ്യേഷ്ഠനെ രക്ഷിക്കുവാൻ വീണ്ടും വീണ്ടും ആവശ്യപ്പെട്ടിട്ടും പോകാതിരുന്നപ്പോൾ സീത കടുത്ത വാക്കു പറഞ്ഞുപോയി ലക്ഷ്മണനോട്, ലക്ഷ്മണ, നിന്നെ എനിക്ക് പണ്ടേ സംശയമുണ്ടായിരുന്നു. രാമന് എന്തെങ്കിലും ആപത്ത് പറ്റിയാൽ നീ എന്നെ സ്വന്തമാക്കാമെന്നാണ് കരുതുന്നതെങ്കിൽ അത് നടക്കില്ല. ഊർത്തുമൂർത്ത കാരിരുമ്പുകൊണ്ട് കാതിൽ കുത്തുന്നതുപോലെയാണ് സീതയുടെ ഈ വാക്കുകൾ ലക്ഷ്മണന് അനുഭവപ്പെട്ടത്. 2 കൈകൾ കൊണ്ട് കാതു പൊത്തിക്കൊണ്ട് പറഞ്ഞു, നിനക്ക് നാശം അടുത്തിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ വിധം പറഞ്ഞത്. വനദേവതമാരെ പരിപാലിച്ചു